നേതാക്കന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി, തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക, ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം. ഇത് വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ. എനിക്ക് ഇതും അതുമായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട ഓരോ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ ഐഡിയക്കെതിരെയാണ്. തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല, ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത്, ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ്. അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാനെ. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിലുണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാനെ.